ഐ ആം ഗെയിം സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ എന്ത്? ടിക്കി ടക്കയുടെ റിലീസ് എപ്പോൾ? ഖലീഫ ടോക്സിക് സിനിമകളുടെ വമ്പൻ അപ്ഡേറ്റ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവകാർത്തികനെ നായകനാക്കി സുധാ കൊങ്കർ സംവിധാനം ചെയ്ത പരാശക്തി സിനിമയുടെ ആദ്യ 9 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,40,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 79 കോടി രൂപയുമാണ് പരാശക്തി ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത്. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രത്തിന്റെ 25 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 25 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 73,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 143 കോടി രൂപയുമാണ് സർവമായ 25 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 150 കോടി എന്ന ബെഞ്ച് മാർക്കിലേക്ക് സർവമായ എത്തുമോ എന്ന് കാത്തിരുന്നറിയാം. തമിഴിൽ നിന്നും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി പൊങ്കൽ വിന്നറായി മാറിയ ഒരു ജീവ സിനിമയാണല്ലോ തലൈവർ തമ്പി തലമയിൽ. ചിത്രം റിലീസിനെത്തി വെറും 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 15 കോടി രൂപയോളം കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിലും മികച്ച ഒരു ഹോൾഡ് ഈ ചിത്രത്തിന് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഞ്ചുറിംഗ് സിനിമകളുടെ സംവിധായകനായ ജെയിംസ് വാൻ അടുത്തതായി സംവിധാനം ചെയ്തു വരുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് പാരാനോർമൽ ആക്ടിവിറ്റി. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന 2027 മെയ് മാസം 21-ന് പാരാനോർമൽ ആക്ടിവിറ്റി തിയേറ്ററുകളിലേക്ക് എത്തും. നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിലവിൽ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്ന ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിഷു റിലീസായി ഏപ്രിൽ മാസത്തിൽ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നതും. തമിഴിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു വിക്രം പ്രഭു സിനിമയാണല്ലോ സിറൈ. ഏകദേശം 8 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന ഈ സിനിമ 40 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ സിറയുടെ OTT അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. C5 ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളതും. വരുന്ന ജനുവരി 23-ാം തീയതി C5-ലൂടെ സിറൈ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പുരുഷപ്രേതം, ആവാസി ഭൂഹം എന്നീ സിനിമകൾക്ക് ശേഷം കൃഷാന്ത് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് മസ്തിഷ്ക മരണം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. രജിഷ വിജയൻ, ജഗദീഷ്, ദിവ്യപ്രഭ, ശാന്തി ബാലചന്ദ്രൻ, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരൊക്കെയാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ടീസറിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രമേയവും അതുപോലെ തന്നെ പുതിയൊരു മേക്കിംഗ് സ്റ്റൈലുമൊക്കെയാണ് ടീസറിൽ കാണാൻ സാധിച്ചത്. ഒന്നെങ്കിൽ എന്തോ ഒരു കാട്ടവരാത പടമോ അല്ലെങ്കിൽ ഒരു ഗംഭീര പടമോ ആയിട്ടാവും മസ്തിഷ്ക മരണം തിയേറ്ററുകളിലേക്ക് എത്തുക. എക്കോ എന്ന സിനിമയ്ക്ക് ശേഷം സന്ദീപ് പ്രദീപിനെ നായകനാക്കി അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്തു വരുന്ന ഒരു കോമഡി ആക്ഷൻ സൂപ്പർ ഹീറോ ചിത്രമാണ് കോസ്മിക് സാംസൺ. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന കോസ്മിക് സാംസന്റെ ഒഫീഷ്യൽ കാസ്റ്റ് ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സന്ദീപ് പ്രദീപിനൊപ്പം അൽതാഫ് സലീം, അൽഫോൺസ് പുത്രൻ, മിയ ജോർജ്, ഹിപ്സ്റ്റർ, മുകേഷ്, അനുര ജോബി, സിദ്ദിഖ്, വിനീത് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുക. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് വേണ്ടി സോഫിയ പോളാണ് ഈ ചിത്രം നിർമ്മിക്കുന്നതും. ബോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു എപ്പിക് ഫാന്റസി സിനിമയാണ് രാമായണ. വാത്മീകിയുടെ രാമായണത്തെ ബേസ് ചെയ്ത് നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ എന്ന ഈ ചിത്രത്തിന്റെ പ്രധാന കാസ്റ്റ് ലിസ്റ്റ് മൂവി ടീം ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടുണ്ട്. രൺബീർ കപൂർ രാമനായും യാഷ് രാവണനായും സായി പല്ലവി സീതയായും എത്തുന്ന ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ ബോബി ഡിയോൾ, ശോഭന, മോഹിത് റെയ്ന, വിജയ് സേതുപതി, വിക്രാന്ത്, സണ്ണി ഡിയോൾ, രഘുൽ പ്രീത് സിംഗ്, വിവേക് ഒബ്രോയി, രവി ദുബെ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. ഇനി രാമായണയുടെ മറ്റൊരു അപ്ഡേറ്റ് എന്തെന്നാൽ വരുന്ന നവംബർ മാസം 4-ാം തീയതി റിലീസിനെത്താനിരിക്കുന്ന രാമായണയുടെ ആദ്യ ഭാഗത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഉടൻ തന്നെ പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. കാത്തിരിക്കാൻ രാമായണയുടെ ടീസർ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി. ദളപതി വിജയെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത തെറി എന്ന ചിത്രം റീ റിലീസിന് ഒരുങ്ങുന്നു. ഓൾറെഡി കഴിഞ്ഞ ജനുവരി 15-ാം തീയതി ഈ സിനിമ റീ റിലീസിന് എത്തേണ്ടതായിരുന്നു. എന്നാൽ നിരവധി പുതിയ സിനിമകൾ പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയതിനു പിന്നാലെ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തീരുമാനപ്രകാരമാണ് തെറിയുടെ റീ റിലീസ് മാറ്റിവെച്ചിരുന്നത്. ഇപ്പോൾ ചിത്രം വരുന്ന ജനുവരി 23-ന് റീ റിലീസിന് എത്തുമെന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ചിത്രത്തിന്റെ ഒരു 4K ട്രെയിലറും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ വിജയ് ചിത്രം റിലീസിന് എത്തിക്കുന്നത് ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരായിരിക്കും. അതേസമയം ജനുവരി 23 തന്നെയാണ് അജിത്തിനെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത മങ്കാത്തയും റീ റിലീസിനെത്തുക. ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം വിജയും അജിത്തും വീണ്ടും ഒരു ക്ലാഷ് റിലീസിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിട്ടുള്ളത്. ഈ 2 സിനിമകളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റീ റിലീസ് ചിത്രം ഏത്? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് VS തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ടിക്കി ടക്ക. നിലവിൽ കോയമ്പത്തൂരിൽ വെച്ച് അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന ടിക്കി ടക്ക വരുന്ന മാർച്ച് 19-ന് റിലീസിന് എത്തിക്കാനായിരുന്നു മൂവി ടീം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ചിത്രീകരണം പൂർത്തിയാക്കാൻ വൈകുന്നതിനാൽ വരുന്ന ജൂലൈ മാസത്തിലേക്ക് ടിക്കി ടക്കയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വരുന്ന ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതായിരിക്കും. ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ സംവിധായകനായ അഭിഷനെയും മലയാളി താരം അനശ്വര രാജനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ മദൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു റൊമാന്റിക് കോമഡി മൂവിയാണ് വിത്ത് ലവ്. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി മാസം 6-ാം തീയതി വിത്ത് ലവ് തിയേറ്ററുകളിലേക്ക് എത്തും.
ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഒരു കാമ്യവേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ഒറ്റക്കൊമ്പന്റെ അവസാനഘട്ട ചിത്രീകരണം വരുന്ന ഫെബ്രുവരി മാസം പകുതിയോടുകൂടി മലേഷ്യയിൽ വെച്ച് ആരംഭിക്കാൻ പോകുന്നു. അത് മാത്രവുമല്ല, ഈ ഒരു ഷൂട്ടിൽ ലാലേട്ടനും പങ്കാളിയാവുന്നുമുണ്ട്. നിലവിൽ വരുന്ന ജനുവരി 23 ആരംഭിക്കുന്ന L366 എന്ന തരുൺമൂർത്തി ചിത്രത്തിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യും. ആ ചിത്രത്തിന്റെ ആദ്യ 15 ദിവസത്തെ ഷെഡ്യൂൾ പൂർത്തീകരിച്ച ശേഷമാവും ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിൽ ലാലേട്ടൻ പങ്കെടുക്കുക. വിജയ് സേതുപതി നായകനായി 2024 പുറത്തുവന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ ത്രില്ലർ സിനിമയാണ് മഹാരാജ. ഏകദേശം 20 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ ഈ ചിത്രം 190 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിരുന്നത്. ഇന്നിപ്പോൾ മഹാരാജയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുന്നു എന്ന് സംവിധായകൻ നിതിലൻ സ്വാമിനാഥൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിലവിൽ മഹാരാജ 2വിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായെന്നും ഈ വർഷം അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും മഹാരാജ 2വിൽ വിജയ് സേതുപതിക്കൊപ്പം ഫഹദ് ഫാസിലും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നുമാണ് സംവിധായകൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയാണ് ഖലീഫ. ആഡം ജോൺ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ജിനു എബ്രഹാം ആണ് ഖലീഫയ്ക്ക് തിരക്കഥയൊരുക്കുന്നതും. പൃഥ്വിക്കൊപ്പം കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, വിജയരാഘവൻ, ജോണി ആന്റണി തുടങ്ങിയവരും ഖലീഫയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അത് മാത്രവുമല്ല, നമ്മുടെ ലാലേട്ടനും ഖലീഫയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു. സിനിമയുടെ പ്രഖ്യാപന സമയം മുതൽ തന്നെ 2026 ഓഗസ്റ്റ് മാസം 20 ഓണം റിലീസായിട്ടാവും ഖലീഫ എത്തുകയെന്നാണ് മൂവി ടീം അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഓണം റിലീസിൽ നിന്നും പൂജ റിലീസിലേക്ക്, അതായത് ഓഗസ്റ്റ് 20 നിന്നും ഒക്ടോബർ 22 ഖലീഫയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ കൃത്യമായി പൂർത്തിയാകാത്തതിനാലാണ് സിനിമയുടെ റിലീസ് നീട്ടിവെച്ചിരിക്കുന്നത്. ഗണപതി, സാഗർ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് പാണത്തൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി മൂവിയാണ് പ്രകമ്പനം. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി 30 പ്രകമ്പനം തിയേറ്ററുകളിലേക്ക് എത്തും. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന സർവ്വം മായ എന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കൃത്യമായ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും വരുന്ന ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിൽ തന്നെ സർവ്വം മായ OTT റിലീസ് ചെയ്യാനാണ് സാധ്യത. ദുരന്തർ എന്ന സിനിമയ്ക്ക് ശേഷം ബോളിവുഡിൽ നിന്നും വലിയ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു വാർ മൂവിയാണ് ബോർഡർ 2. ചിത്രത്തിന്റെ സെൻസറിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ ബോർഡർ 2വിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 3 മണിക്കൂറും 7 മിനിറ്റും. വരുന്ന ജനുവരി 23 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഈ ചിത്രത്തിൽ സണ്ണി ഡിയോൾ, വരുൺ ധവാൻ, സോനം ബജ്വ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഐ ആം ഗെയിം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ചില കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നത് ഐ ആം ഗെയിമിൽ ചിത്രീകരിച്ച പോർഷൻസ് എല്ലാം തന്നെ റീഷൂട്ട് നടന്നു വരികയെന്നാണ്. അതിനാലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാവാത്തതെന്നും ആ ഒരു വാർത്തകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തീർത്തും ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഓൾറെഡി കേരളത്തിൽ തന്നെ 60% ചിത്രീകരണം പൂർത്തിയായ സിനിമയ്ക്ക് തുടർന്നുള്ള 65 ദിവസത്തെ ഷൂട്ട് ചെന്നൈയിലും ഹൈദരാബാദിലും വെച്ച് നടത്തപ്പെടുമെന്ന് ഐ ആം ഗെയിമിന്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ മൂവി ടീം കൃത്യമായി അറിയിച്ചിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെയുള്ള ചിത്രീകരണമാണ് നടന്നു വരുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ റീഷൂട്ട് ഒന്നും സിനിമയുടേതായി നടക്കുന്നില്ലെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ചെന്നൈ ഷെഡ്യൂളിൽ തമിഴ് താരം SJ സൂര്യ പങ്കെടുക്കുന്നുണ്ടെന്ന് മുൻപ് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ SJ സൂര്യ അദ്ദേഹത്തിന്റെ തിരക്കുകൾ മൂലം ഈ സിനിമയിൽ നിന്നും പിന്മാറിയെന്നും പകരം മറ്റൊരു താരത്തെ പരിഗണിച്ചിട്ടുണ്ടെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് മാസം 20 പാൻ ഇന്ത്യൻ റിലീസായിട്ടാവും ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തുക. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ ടോക്സിക്. ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടോക്സിക്കിലെ നായകവേഷം കൈകാര്യം ചെയ്യുന്ന യാഷിൻ 50 കോടി രൂപയും നായികയായിട്ടെത്തുന്ന നയൻതാരയ്ക്ക് 18 കോടി രൂപയും മറ്റ് നായികമാരായ കിയാര അദ്വാനിക്ക് 15 കോടി രൂപയും രുക്മിണി വസന്തിന് 3 കോടി രൂപയും മൃണാൽ താക്കൂറിന് 2 കോടി രൂപയും ചിത്രത്തിന്റെ സംവിധായികയായ ഗീതു മോഹൻദാസിന് 25 കോടി രൂപയുമാണ് മൂവി ടീം പ്രതിഫലമായി നൽകിയിട്ടുള്ളത്.